കേന്ദ്രമന്ത്രിയുടെ വാക്കും വിവാദവും. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വന്നാൽ ആ വിഭാഗത്തിന് ഉന്നമനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവർഗ വിഭാഗത്തിന്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പരാമർശമുണ്ട്. വിവാദമായതോടെ പ്രസ്താവന പിൻവലിച്ചു. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ വകുപ്പ് ചുമതലയിൽ വരണം. ഇതുപോലെ തിരിച്ചും വേണം. എന്നാൽ മാത്രമേ ആ മേഖലകൾക്ക് ഉന്നമനമുണ്ടാകൂവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. വിവാദമായതോടെ പഴി മാധ്യമങ്ങൾക്ക്. വാക്കുകൾ വളച്ചൊടിച്ചു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സുരേഷ് ഗോപി. ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തിക്കളയാണ്. അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു, ഇങ്ങനെ തന്നെ കൊടുക്കും. പരാമർശം തരംതാണ സമീപനമെന്ന് NDA സഖ്യകക്ഷിയും JRP നേതാവുമായ CK ജാനു. അത്തരമൊരു സംഭാഷണം നടത്തിയതുപോലെ ഒരു തരംതാണ രീതിയിലുള്ള ഒരു സമീപനമായിപ്പോയി എന്നുള്ളതാണ് ശരിക്കും പറയാനുള്ളത്. സുരേഷ് ഗോപിയുടേത് നിലവാരമില്ലാത്ത പ്രസ്താവനയെന്ന് മന്ത്രി OR കേളു. ഇത് മാത്രമല്ല, കുറെ കാലമായിട്ട് അദ്ദേഹം ഈ നിലവാരമില്ലാത്ത പ്രസ്താവന തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനോടൊന്നും വിവരമുള്ള ആൾക്കാർ പ്രതികരിക്കില്ല. കേന്ദ്രമന്ത്രി ചാതുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരനെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛികമല്ല, അത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇതാണ് BJP ചാതുർവർണ്ണയത്തിന്റെ കാവൽക്കാരാണ്. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാതെയുള്ള പ്രതികരണം അപമാനകരമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പ്രതികരിച്ചത്. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്നായിരുന്നു പ്രസ്താവന പിൻവലിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ വിശദീകരണം. 24 ഡൽഹി.